പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NASൻ്റെ +2 SSLC 2025 ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു, തിയറി എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നു. ചില സബ്ജക്റ്റുകളുടെ എക്സാമുകൾ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാൾ ടിക്കറ്റ് വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഹാൾ ടിക്കറ്റ് പെട്ടെന്ന് തന്നെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. പല വിദ്യാർത്ഥികളും എക്സാമിന് പോകുമ്പോൾ അവിടുന്ന് ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ തലേ ദിവസം പ്രിൻ്റ് എടുക്കാം എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഡേറ്റിലൊക്കെ പലരും ഹാൾ ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ച സമയത്ത് സൈറ്റ് ബ്ലോക്ക് വന്ന സ്ഥിതിക്ക് എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥകൾ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൈറ്റിൽ വന്ന ഉടനെ നിങ്ങൾ ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അത് കളർ പ്രിൻ്റ് ആയിക്കോട്ടെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിക്കോട്ടെ. അതേപോലെ NASൻ്റെ ID കാർഡ് കളർ പ്രിൻ്റ് ലാമിനേഷൻ ചെയ്തത്, ആധാർ കാർഡ്. ഇനി കളർ പ്രിൻ്റ് ഇല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും മതി. പേപ്പറുകൾ നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഡേറ്റ് നോക്കി എക്സാമിന് പോകേണ്ടതാണ്. എക്സാം 2:30 മണി മുതൽ 5:30 വരെയാണ്. എന്നാൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് അപ്ലിക്കേഷൻ, പെയിൻറ്റിങ്, ഇതുപോലുള്ള സബ്ജക്റ്റുകളൊക്കെ 4 മണി 4:30 ആകുമ്പോഴേക്കും എക്സാം കഴിയും. അല്ലാത്ത എല്ലാ സബ്ജക്റ്റുകളും 5:30 വരെ തന്നെ എക്സാം. ഇപ്പോൾ 2:30 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യ ദിവസം നിങ്ങൾ കുറച്ച് നേരത്തെ എത്തേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലെ സെൻറ്റർ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ അറിഞ്ഞ് ഒരു 1:30 മണിക്കെങ്കിലും അവിടെ എത്തുക. ആദ്യത്തെ ദിവസം നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ച് നമ്മുടെ പരീക്ഷ ഹാളൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം പിടിക്കുന്നതിനാൽ ആദ്യത്തെ ദിവസം കുറച്ച് നേരത്തെ ഒരു 1:30 മണിയാകുമ്പോഴേക്കും അവിടെ എത്തേണ്ടതാണ്. 2 മണിക്ക് അവർ പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഒരു 2:15 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരും. ഈ 2:15 to 2:30 വരെ ആ 15 മിനിറ്റ് നമ്മൾ SSLC പരീക്ഷ പോലെ തന്നെ, സ്കൂളിൽ നടക്കുന്ന SSLC പരീക്ഷ പോലെ തന്നെ കൂൾ ഓഫ് ടൈമാണ്. ആ സമയം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ടൈമല്ല. ആ 15 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള സമയങ്ങളാണ് ആ 15 മിനിറ്റ് എന്ന് പറയുന്നത്. ആശ്വാസം എടുക്കുകയാണ്. അതിനുശേഷം 2:30 മണി മുതലാണ് നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1 മാർക്കിൻ്റെ പല രീതിയിലുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാൻ, ട്രൂ ഫോൾസ്, മാച്ച് ദ ഫോളോയിങ് 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു 20-ലധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. ഗൈഡിൽ നിന്ന് പെട്ടെന്ന് കിട്ടാത്ത ആൻസറാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്ത വിദ്യാർത്ഥിക്ക് മാത്രമേ അത് എഴുതാൻ കഴിയുള്ളൂ. അതിലേക്ക് നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സെക്ഷനിൽ വരുന്ന 4 മാർക്ക് ആയിക്കോട്ടെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സമയം തികയാതെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്രമത്തിൽ തന്നെ എഴുതണം എന്നില്ല. ഈ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം എഴുതാം. ഓക്കെ, സെക്ഷൻ A എന്നുള്ളത് അവസാനം എഴുതുക. കാരണം നമ്മൾ അതിലേക്ക് ഒരുപാട് സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൻസറുകൾ എഴുതാൻ സമയം തികയാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിനെ അത് ബാധിക്കുന്നതാണ്. പല അനുഭവങ്ങളും വിദ്യാർത്ഥികൾ പറഞ്ഞതായതുകൊണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവസാനം 1 മുതൽ 20 വരെ അല്ലെങ്കിൽ 25 വരെ എത്രയാണ് നമ്പറെങ്കിൽ അത് അവസാനം എഴുതുക. പിന്നെ സെക്ഷൻ B മുതൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ക്രമത്തിൽ തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇട്ടാൽ മതി. അത് സെക്ഷൻ ഏതാണെന്ന് കൊടുക്കുക, ആ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, അറിയുന്ന ആൻസറുകൾ ആദ്യം നന്നായിട്ട് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ ക്രമത്തിൽ വേണം, സെക്ഷൻസ് കറക്റ്റായിരിക്കണം. ഓർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ 40ാമത്തെ ക്വസ്റ്റ്യൻസ് തന്നു, അതിൽ തന്നെ ഓർ വന്നിട്ട് വേറെ ക്വസ്റ്റ്യൻസ് തന്നു, അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതേപോലെ തന്നെ ഓപ്ഷണൽ മൊഡ്യൂളിൽ ഒരേ നമ്പർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ 41 ഇട്ട് കഴിഞ്ഞാൽ 41 വേറെ ക്വസ്റ്റ്യൻസ് വരും. ഇവിടെയും തന്നെ ഓപ്ഷണൽ മൊഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ അറിയുന്ന ആൻസറുകൾ ആദ്യം എഴുതുക. അങ്ങനെ പൊട്ടത്തെറ്റ് എഴുതി വെക്കാതെ നമുക്ക് നന്നായി എഴുതാൻ അറിയുന്ന, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ കഴിയുന്ന ആൻസറുകളൊക്കെ ആദ്യം എഴുതി വെക്കേണ്ടതാണ്. തീരെ അറിയാത്ത ആൻസറുകൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അവസാന ഭാഗത്ത് എഴുതുക. 33% എഴുത്ത് പരീക്ഷയ്ക്ക് പാസ്സാകേണ്ടത്. 20 മാർക്ക് അസൈൻമെൻറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് 80 മാർക്കാണ് എഴുത്ത് പരീക്ഷ. അതിന് 33%, ഏകദേശം 26 മാർക്ക് നിങ്ങൾ എഴുതി പാസ്സാണ്. അസൈൻമെൻറ്റ് മാർക്ക് അതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ്. 3 മണിക്കൂർ വരെയാണ് സമയം. അതിൻ്റെ ഉള്ളിൽ എഴുതി തീർത്താൽ മതി. ഇഷ്ടംപോലെ നമുക്ക് സമയമുണ്ട്. അതേപോലെ തന്നെ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്ക് എഴുതുന്നവർക്ക് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗൈഡ് ഫോളോ ചെയ്യുന്നവർ, ഗൈഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുകയാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാലും പ്രയാസമില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. റിസൾട്ട് നമുക്ക് ഏകദേശം എക്സാം കഴിഞ്ഞ് ഒരു 45 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാ ആൻസറുകളും നിങ്ങൾ നന്നായിട്ട് എഴുതണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.